ചിക്കനൊക്കെ വെച്ചിട്ട് എന്തൊക്കെ വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കിയാലും ഏത് വിഭവങ്ങളാണെന്നുണ്ടെങ്കിലും അത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ചിക്കനെ കാണുമ്പോൾ ഇതിന് ഒരുപാട് പണികളൊക്കെ ഉണ്ട്, ഇത് വലിയൊരു സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇഫ ചിക്കന്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കുരുമുളക് പൊടി വേണ്ട കേട്ടോ, അതിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ നമുക്ക് ചിക്കൻ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളത് ആയതുകൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു റോളർ വെച്ചിട്ടോ ചുറ്റിക്ക് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് പരത്തിയെടുക്കണം. ആ ഒരു ചിക്കനൊക്കെ ഒന്നങ്ങ് ചതച്ചെടുക്കണം കേട്ടോ, ഒന്നങ്ങ് പരന്ന് വരണം നമ്മുടെ ചിക്കന്. അപ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാല എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. തിരിച്ചു മറിച്ച് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മസാലയിൽ അങ്ങ് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മസാല കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും ആക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 3 മണിക്കൂർ ഒക്കെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് ഓവർനൈറ്റ് വെക്കുകയാണ് കേട്ടോ. തലേന്ന് പിറ്റേന്ന് ഉണ്ടാക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രിയൊക്കെ ഫ്രിഡ്ജിൽ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വെക്കാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 3 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് ബട്ടർ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കയ്യിലുള്ളതിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് 2 പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല വലിയ പീസായതുകൊണ്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് ഈ ഒരു എല്ലിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് കുക്കായിട്ട് മുരിഞ്ഞ് വരണം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോസ് റെഡിയാക്കി എടുക്കാനുണ്ട്. ഒരു ചീസി മയോണൈസ്. അപ്പോൾ ഇവിടെ മയോണൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. പുഴുങ്ങി എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. അത് പുഴുങ്ങി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി അല്ലിയും 1/4 കപ്പ് പാലും അതുപോലെ പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ വിനാഗിരിയും പിന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓയിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ഓയിൽ വേണ്ട കേട്ടോ ഈ ഒരു സോസിലേക്ക്. നമ്മൾ പാലിൽ മാത്രം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അതേ അളവിൽ തന്നെ ഓയിൽ വേണ്ടി വരും. ഇതിലേക്ക് അധികം നമുക്ക് ഓയിൽ വേണ്ട. ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ മൊസറല്ല ചീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്ലൈസ് ചീസ് ആയാലും മതി കേട്ടോ. ഏതെങ്കിലും ഒരു ചീസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചീസി മയോണൈസ് റെഡി ആയിട്ടോ. ഈ ഒരു സോസാണ് ഈ ഒരു ചിക്കൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു സോസ് ഇത് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ചിക്കനൊക്കെ അതാ ഇതുപോലെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ 2 പീസിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ നന്നായിട്ട് ഈ ഒരു സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ 2 പീസിലും ആക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കുക. കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെക്കുക കേട്ടോ, ഒന്നങ്ങ് ചൂടായി വരാൻ വേണ്ടിയിട്ട്. ആ ഒരു ചീസൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ ഒന്നങ്ങ് നന്നായിട്ട് ചൂടായിട്ട് വരണം. അപ്പോഴുള്ള ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആവാം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോസ് മാത്രം ഉണ്ടാക്കുന്ന ഒരു പണിയേ ഉള്ളൂ, ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടയോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുബൂസാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇഫ ചിക്കനാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.